ഭരണഘടനയിൽ ഫ്രട്ടേണിറ്റി എന്ന ഒരു വേർഡുണ്ട്. ആ ഫ്രട്ടേണിറ്റി ഈ നാടിന്റെ സാഹോദര്യം മനുഷ്യരൂപം പ്രാപിച്ച് ഇന്ത്യയുടെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന ദിവസങ്ങളാണ് കടന്നുപോയത് എന്നുള്ളതാണ്. ജെൻസി ഒരു വിപ്ലവമായി മാറി മോദി സർക്കാരിനെ തറപറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളാണ്, ആർജവമാണ്, മോട്ടിവേഷനാണ് ട്രിഗർ ചെയ്യപ്പെടുന്നത് ഈ രാജ്യത്ത്. നോക്കൂ നിങ്ങൾ, വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളിലേക്കാണ് മോഡി സർക്കാർ വിദ്യാർത്ഥികളെ കഴിഞ്ഞ 35 ദിവസം കടത്തിവിട്ടത്. അതിലെല്ലാം ഇവർ ഛിന്ന ഭിന്നമായി തെരുവുകളിൽ നിന്ന് ഓടിപ്പോകുമെന്ന് കരുതിയെടുത്തു നിന്നാണ് അങ്ങ് രാജ്യ തലസ്ഥാനം മുതൽ ഇങ്ങ് കന്യാകുമാരിയുള്ള നാടുകളിൽ നിന്ന് ജെൻസി കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ ആർത്തലച്ച് ജന്തർ മന്ദിർ എന്ന ഡൽഹിയുടെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഡൽഹിക്ക് പോയില്ലെങ്കിൽ അത് മോശമാണ്, എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോഴും ഞാൻ വെറുതെ ഒരു മനുഷ്യനായി തുടരുന്നതിൽ കാര്യമില്ല എന്ന ചിന്ത യുവാക്കൾക്കിടയിൽ വന്നു എന്നുള്ളതാണ്. ഭരണഘടന എഴുതിയതിനു ശേഷം ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വിപ്ലവകരമായ ഒരു വിജയം, ജനാധിപത്യ വിജയമാണ് കടന്നു പോകുന്നത്. 12 വർഷം രാജ്നാഥ് സിംഗ് പറഞ്ഞ ആ ഒരൊറ്റ കാര്യമുണ്ട്: രാജ്യപ്രഖ്യാപനവും രാജിവെക്കലും, റെസിഗ്നേഷൻ ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 12 വർഷം മോദി സർക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ കടന്നുപോയ സാഹചര്യങ്ങളെയാണ് അട്ടിമറിക്കപ്പെട്ടത്. പുതിയ ഒരു കാരണവും പുതിയൊരു കീഴ്വഴക്കത്തിനും മോദി സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു. രാജി അനിവാര്യമാണെങ്കിൽ അത് വെക്കുക തന്നെ വേണ്ടിവരും എന്ന വലിയ സത്യത്തെ ഉൾക്കൊള്ളുന്ന മോദി സർക്കാരിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നുള്ളതിൽ ഒതുങ്ങുന്നില്ല അവർ. ഒരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിലൂടെ കഴിഞ്ഞ 35 നാളുകൾ അവർ അനുഭവിച്ചതിനെ ഇന്ത്യ വാണ്ട്സ് ടു സീ എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഈ നാടിനെ കാണിക്കാൻ ഒരുങ്ങിയാണ്. സുപ്രീം കോടതി ജഡ്ജ് ഈ വീഡിയോ കണ്ട് ഇത്തരം വീഡിയോകൾ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, സമയമില്ല എന്ന് പറഞ്ഞ ന്യായാധിപന്റെ മുന്നിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാണാൻ സമയമില്ലെങ്കിലും ഈ രാജ്യം അത് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച നിലപാടോടെയാണ് ആ വെബ്സൈറ്റിലേക്ക് വീഡിയോകൾ അപ്ലോഡാകാൻ പോകുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതിൻ്റെ, അവർ സഹിച്ചതിൻ്റെ ദിവസങ്ങൾ അവർ നാടിന് മുന്നിൽ തുറന്നു കാണിക്കാൻ പോകുന്നു എന്നുള്ളതും 100% ഉറപ്പിച്ചു പറയാം. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിപ്ലവമായി മാറുന്നു ഈ കഴിഞ്ഞ CJPയുടെ വിപ്ലവവും വിജയവും എന്ന് പറയാതെ വയ്യ. ഏതൊരു സർക്കാരിനും ഇരുട്ടറകളിലേക്ക് ഒളിക്കേണ്ടി വരും ആർത്തലച്ചു വരുന്ന സത്യത്തിന്റെ ആൾരൂപങ്ങൾക്ക് മുമ്പിൽ എന്നൊരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യം തെളിയിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സമര രീതികളിലൂടെ, സമര വഴികളിലൂടെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം രൂപപ്പെട്ടത്. ആ സമരത്തിന്റെ അഗ്നി വീണ്ടും രാജ്യ തലസ്ഥാനത്ത് നമ്മൾ കണ്ടു. ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഏതെല്ലാം രീതിയിൽ ഇനി ജനങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ആർജവവും മോട്ടിവേഷനുമായി മാറുന്നു പാറ്റകളുടെ വിജയം തലസ്ഥാനത്തെ.